ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈഷ്യൂസ് ട്രിപ്ലെറ്റ്സ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഒരു പെട്ടി പാക്കിങ്ങോടെ വീഡിയോ തുടങ്ങുന്നതെന്ന്. അപ്പം നമ്മൾ ഒരു കല്യാണം കൂടാൻ വേണ്ടി പോവാണ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട്. അപ്പോൾ കല്യാണ പെണ്ണിനുള്ള മന്ത്രക്കോടിയും താലിയും ചെരുപ്പും പിന്നെ കല്യാണ പെണ്ണിന് വേണ്ട എല്ലാ സാധനങ്ങളും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു പെട്ടി പാക്കിങ്ങാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എല്ലാ കല്യാണത്തിനും കല്യാണച്ചക്കൻ്റെ വീട്ടിൽ പെങ്ങന്മാരെല്ലാവരും കൂടെ ഒരു പെട്ടി പാക്കിംഗ് ഉണ്ടാവും. അതാണ് ഇവിടെയും കാണുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം പാക്ക് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഒരു വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ 2-3 സാധനങ്ങൾ വെച്ചിട്ട് മാത്രം വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ആകെ നല്ല ത്രില്ലടിച്ചിരിക്കുകയാണ്. കാരണം ഗുരുവായൂർ അമ്പലത്തിൽ കല്യാണം കൂടാൻ വേണ്ടി പോകുന്നത്. ഇതുവരെ ഒരുപാട് തവണ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ട്, പക്ഷെ ഒരു കല്യാണം കൂടാൻ ഇത് ആദ്യമായിട്ടാണ്. ലാസ്റ്റായിട്ട് നമ്മളെ കുടുംബത്തിലൊരു കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയാണ്. അന്ന് പക്ഷെ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ നവംബർ 2-ാം തീയതി രാവിലെ എല്ലാവരും കുളിച്ച് റെഡിയായിട്ട് നിൽക്കുകയാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി. നവംബർ 3-ാം തീയതിയാണ് കല്യാണം. അപ്പോൾ നവംബർ 2-ാം തീയതി രാവിലെ എല്ലാവരും മുതിർന്നവരെല്ലാവരും സുമേഷേട്ടന് അനുഗ്രഹം കൊടുക്കണം. സുമേഷേട്ടൻ്റെയാണ് കല്യാണം. നമ്മൾ സുമേഷേട്ടൻ്റെ എൻഗേജ്മെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു മുംബൈയിൽ വെച്ചിട്ട്. ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണാത്തവർ പോയി കാണുക. അപ്പോൾ എല്ലാവരും അരി തിരിച്ച് അനുഗ്രഹിക്കുകയാണ്. നമ്മൾ കണ്ണൂർ ഭാഗത്തൊക്കെ അരി തിരിച്ചിട്ടാണ് അനുഗ്രഹിക്കാറുള്ളത്. അതേസമയം നമ്മളെ തെക്കൻ നാടുകളിലൊക്കെ ദക്ഷിണ കൊടുത്തിട്ടാണ് അനുഗ്രഹം വാങ്ങാറുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അനുഗ്രഹിച്ച് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ പോകാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പ് സുമേഷേട്ടൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങുകയാണ്. അമ്മയും ഇപ്പോൾ ജീവനോടെ ഇല്ല. അപ്പോൾ എൻ്റെ വല്യമ്മയുടെ അനുഗ്രഹം കൂടെ വാങ്ങിയിട്ട് നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി. ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം അമ്പലത്തിൽ കയറി തൊഴാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം തൊഴാനുണ്ട്, താലി പൂജിക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് വൈകുന്നേരമാണ് നമ്മൾ സമയം കണ്ടെത്തിയിരിക്കുന്നത്. നവംബർ 3-ാം തീയതി തിരക്കായതുകൊണ്ടും പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം കല്യാണച്ചക്കനെയും പെണ്ണിനെയും അമ്പലത്തിനകത്തേക്ക് കയറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ ശനിയാഴ്ച നവംബർ 2-ാം തീയതി തന്നെ അമ്പലത്തിൽ തൊഴണം. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ പുറപ്പെട്ടു. ഞങ്ങൾ കുറച്ച് പേരെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നുള്ളൂ, കുറച്ച് അടുത്ത ബന്ധുക്കൾ മാത്രം. അപ്പോൾ വല്യമ്മയ്ക്കാണെങ്കിലും വല്യച്ഛനാണെങ്കിലും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരാരും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അവരുടെ എല്ലാ അനുഗ്രഹം വാങ്ങിയിട്ടാണ് പുറപ്പെട്ടത്. നമ്മളിവിടെ നിന്ന് 2 വണ്ടികളിലായിട്ടോ പോയത്. വെളിച്ചന്മാരെല്ലാവരും കൂടെ കാർ കയറി, ഞങ്ങളെല്ലാവരും കൂടി ട്രാവലറിൽ നിന്ന് പോകാനാണ് എനിക്കൊക്കെ ഇഷ്ടം. അതാവുമ്പോൾ ഒരുപാട് പേരോട് വർത്താനം പറയാം, പാട്ട് കേൾക്കാം, ഡാൻസ് കളിക്കാം, അങ്ങനെ അടിച്ച് പൊളിച്ച് പോവാം. പക്ഷെ വണ്ടി കയറിയപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞൂട്ടിന് ഉറങ്ങിപ്പോയി കേട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരിടത്ത് നിർത്തി. അപ്പോഴേക്കും എൻ്റെ കുഞ്ഞൂട്ടിന് എഴുന്നേറ്റു. ഞങ്ങൾ നല്ല മസാല ദോശയാണ് കഴിക്കുന്നത്. മസാല ദോശയെല്ലാം കഴിച്ച് വയറ് നിറച്ച് ഞങ്ങൾ ട്രാവലർ കയറി നല്ല അടിപൊളിയായിട്ട് ഡാൻസും കളിച്ച് അങ്ങനെ നമ്മൾ വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഗുരുവായൂരെത്തി. നമ്മൾ ദേവസ്വത്തിൻ്റെ തന്നെ കീഴിൽ വരുന്ന പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസിലാണ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇവിടെ റൂം ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 മാസം മുമ്പേ ഓൺലൈനായിട്ടാണ് വേണം ബുക്ക് ചെയ്യാൻ. അപ്പോൾ 5 ബെഡിൻ്റെ 2 റൂമും 3 ബെഡിൻ്റെ 1 റൂമുമാണ് നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത്. ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ ഒരു 500 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് നമ്മൾ കൊടുക്കണം. നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് അവരത് തിരിച്ചു തരും. അപ്പോൾ 5 ബെഡിൻ്റെ റൂമിലാണ് കേട്ടോ നമ്മളെല്ലാം കിടന്നത്. അപ്പോൾ 2 ബാത്റൂമും ഉണ്ട്, 5 ബെഡും ഉണ്ട്. നല്ല അടിപൊളി റൂമാണ്. ഞങ്ങളെല്ലാവരും കൂടി ഇനി കുളിച്ച് റെഡിയാവുകയാണ് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. നമുക്കിനി ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ നമ്മളെല്ലാം റെഡിയായി പോകുന്നതിന് മുമ്പ് എല്ലാവരും കൂടി ഒരു സെൽഫി എടുത്തു. കാരണം തിരിച്ചു വരുമ്പോൾ ഇനി എന്തായാലും രാത്രിയാവും. അപ്പം നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി മഴയാണ്. നമ്മളെങ്ങനെ പോകുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഒരാളും കൊടയെടുത്തിട്ടില്ല, കുട്ടികളെയും കൊണ്ട് വേണം പോകാൻ വേണ്ടി. അപ്പോഴത്തേക്കും എന്താ നല്ലൊരു ഓട്ടോക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നമ്മളെ അമ്പലത്തിൻ്റെ തെക്കേ നടയിൽ കൊണ്ടാക്കി തന്നു. ബാക്കിയെല്ലാവരും നടന്നു വന്നു. അപ്പോൾ നമ്മൾ കയറുമ്പോൾ അമ്പലത്തിൽ നല്ല തിരക്കുണ്ട്. നമ്മൾ തെക്കേ നട വഴി കയറുമ്പോൾ കയറി വരുന്ന ആ വഴി മുതലേ ക്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ രാത്രി വരെ ക്യൂ നിന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ താലി പൂജിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ദേവിയുടെ നടയിലാണ് അത് പൂജിച്ച് കിട്ടുന്നത്. അതിനിടയ്ക്ക് തുലാഭാരം നടക്കാൻ വേണ്ടി പോയി, പ്രസാദ ഭക്ഷണവും കഴിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ തൊഴാൻ വേണ്ടി കയറിയത്. കാരണം അത്ര നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ശിവേലിയും കണ്ടിട്ടാണ് നമ്മൾ തിരിച്ചിറങ്ങിയത്. അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് നിങ്ങൾ ഇനി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം രാവിലെ
തൊഴാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് ഈ കാണുന്നത്. അതും കല്യാണം കൂടാൻ വേണ്ടിയിട്ടുള്ള അത്രയ്ക്ക് ജനസമുദ്രമായിരുന്നു. 200ഓളം കല്യാണങ്ങൾ ആ ദിവസം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 6 മണി 6:30 ബാക്കി ഒരു 10-15 പേര് നമ്മളെ കൂടെ ഉണ്ടായിരുന്നവർ പോയതാണ്. കാരണം മണ്ഡപത്തിൽ കയറേണ്ട ആകെ 15 പേരൊക്കെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അവരാദ്യമേ പോയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 7 മണിയൊക്കെ ആകുമ്പോൾ എത്തി. 7:30 മുഹൂർത്തം പറഞ്ഞിരുന്നത്. അവരൊരു സ്ലോട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പിന്നെ അവർ മാറ്റൂല. കാരണം 200ഓളം കല്യാണങ്ങൾ നടക്കുമ്പോൾ പെട്ടെന്നായിരിക്കില്ല കല്യാണം നടക്കുന്നതല്ല. അപ്പം നമ്മൾ അതുമാത്രമല്ല, ഗുരുവായൂരിലെ കല്യാണങ്ങൾക്ക് മുഹൂർത്തവും ഇല്ല. അങ്ങനെ ചെക്കൻ പെണ്ണിന് താലി കെട്ടുകയാണ്. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് നമ്പൂതിരിക്ക് ദക്ഷിണയും കൊടുത്തിട്ടാണ് രണ്ടുപേരും ഇറങ്ങിയത്. ഞങ്ങൾക്ക് കല്യാണം കാണാൻ എന്തൊരു ഭാഗ്യമാണെന്നത്. കാരണം കൂടെ വന്ന കുറേ പേർക്ക് കല്യാണം കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 7:30 ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ 7 മണിക്ക് കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലെ കല്യാണങ്ങൾക്ക് മുഹൂർത്തമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അടുത്ത് കല്യാണമായിട്ട് നടന്നുകൊണ്ടിരിക്കും. അവരൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കില്ല കല്യാണം. അപ്പം നമ്മളെല്ലാവരും കല്യാണം കഴിഞ്ഞ് ഇറങ്ങി. ഇനി കുറച്ച് നേരം ഫോട്ടോസെല്ലാം എടുത്തിട്ട് വേണം ഇനി പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്നെയും പൊന്നൂസിനെയും കണ്ടില്ലല്ലോ അല്ലേ? ഇത് ഞങ്ങൾ കേട്ടോ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു. ഞങ്ങൾ കുറേ ഫാമിലി ഫോട്ടോ എടുത്തു. എല്ലാവരും ഫാമിലി ഫോട്ടോസ് കുറേ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് ഡ്രസ്സ് മാറി രശ്മിച്ചിയുടെ ഡ്രസ്സും മാറിയിട്ട് രശ്മിച്ചിയുടെയൊക്കെ താമസ സ്ഥലത്ത് ഇത്രയും ദിവസം താമസിച്ച സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു റിസപ്ഷനും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മോൻസിൻ്റെ വക വലിയമ്മയ്ക്ക് ചക്കരയുമ്മ. അത് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് നല്ല വെയിലായി കേട്ടോ രാവിലെ. അപ്പോൾ അവിടുന്ന് നമ്മൾ പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസിന് തൊട്ട് താഴെയുള്ള പഴയുടെ രുചി, ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ പഴയുടെ രുചിയിലേക്കാണ് പോയത്. അപ്പോൾ അവിടുന്ന് നമ്മൾ നല്ല പൂരിയും ബജിയും കൂടെ വാങ്ങിക്കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും നല്ല അത്യാവശ്യം നല്ല തിരക്ക് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളെല്ലാവരും റെഡിയായി. ഏച്ചി രശ്മിച്ചി റെഡിയായി. രശ്മിച്ചി അമ്മ ഇത് സാരിയിൽ ഉടുപ്പിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളങ്ങനെ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ രശ്മിച്ചിയുടെ റിലേറ്റീവ്സ് എല്ലാവരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറേ കുട്ടികളെ താലെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. കാലിൽ വെള്ളം ഒഴിച്ച് ബൊക്കെല്ലാം കൊടുത്തിട്ടാണ് അവർ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് ആശ്വാസമായി. കാരണം നമ്മൾ ഒരുപാട് ദാഹിച്ചിട്ടാണ് വന്നത്. നല്ല വെയിലായിരുന്നു. 2 ഗ്ലാസ് വെള്ളം കുടിച്ചു. അപ്പം ഇനി അനുദരിച്ച് അനുഗ്രഹിച്ചെല്ലാം കഴിഞ്ഞിട്ട് 2 പേർക്കും മധുരം കൊടുത്തു. കല്യാണം കഴിഞ്ഞ ചെക്കനും പെണ്ണിനും മധുരം കൊടുക്കണമല്ലോ. അപ്പോൾ പാലും പഴമാണ് കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് ബന്ധുക്കളെ അവർക്ക് 2 പേർക്കും മധുരം കൊടുത്തു. അപ്പോൾ നമ്മളെല്ലാം കുറേ ഫോട്ടോസ് എടുത്തു.
നമുക്കിനി അത് കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിക്കേണ്ട പരിപാടിയാണ്. മോനൂസ് എവിടെ പോയാലും ഏച്ചിമാരെ കയ്യിലെടുക്കും. അവന് ഏച്ചിമാരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏച്ചിന്ന് വിളിച്ച് പുറകെ നടക്കും. അപ്പോൾ നമ്മളെ പൊന്നൂസ് ഉറങ്ങിപ്പോയി. അപ്പോൾ നമ്മളിനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 1 മണിക്ക് മുമ്പ് ഇറങ്ങണം, എന്നാലേ ഒരു 8:30 മുമ്പൊക്കെ വീട്ടിലെത്താൻ വേണ്ടി കഴിയുള്ളൂ. 8:30 മുമ്പ് നമുക്ക് വീട്ടിൽ കയറണം എന്നാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നല്ല അടിപൊളി ഫുഡ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. 3 നേരം പായസത്തോട് കൂടിയിട്ട് എല്ലാ വിഭവങ്ങളും അടങ്ങിയ നല്ലൊരു സദ്യ. നമ്മൾ മോനൂസ് ഉറങ്ങിപ്പോയി. ഇനി അവനെ കൈവച്ചിട്ട് വേണം ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട്. ആകെ ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവൻ ഉണർന്നിട്ടുണ്ടാവില്ലല്ലോ, അപ്പോൾ അവന് കൊടുക്കണ്ടേ ഭക്ഷണം. അപ്പോൾ നമ്മൾ പക്ഷേ അവനുള്ള ഫുഡ് കരുതിയിട്ടുണ്ട് കേട്ടോ. അവനുള്ള ഫുഡും കൂടി എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പായസം ഉണ്ട്. അവന് പായസം ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് മോനൂസ് എണീറ്റ് മോനൂസിന് ഫുഡും കൊടുത്തു. ഫുഡ് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ ഫുഡ് അവൻ കഴിച്ചിട്ടില്ല കേട്ടോ, പായസം മാത്രം അവൻ കഴിച്ചത്. അപ്പോൾ കുട്ടികൾ പുറത്തേക്കുള്ള കാഴ്ചയും കണ്ടുകൊണ്ട് നമ്മൾ പോകാൻ ഇടയ്ക്ക് ഒരു ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഒരു ഫുഡ് പാഴ്സൽ എടുക്കാൻ വേണ്ടി കയറി. ഇനി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയെന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് അല്ലേ, എല്ലാവരും ടയേർഡാണ്. അപ്പോൾ നമ്മൾ 8:30 മുമ്പ് 8 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ വീട്ടിലെത്തി. കൃഷ്ണ കാലിൽ വെള്ളം ഒഴിച്ചിട്ട് 2 പേരെ അകത്തേക്ക് കയറ്റാൻ വേണ്ടി നോക്കുകയാണ്. അമ്മ വിളക്കൊക്കെ കൊടുത്തു. പാവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര രമണീയ ഗാത്ര പവന ജസ്തുതി പാത്ര. വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് 2 പേര് പിന്നെയും അനുസരിച്ച് അനുഗ്രഹിക്കുകയാണ് എല്ലാവരും. അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞത്. കണ്ണൂർ ഭാഗത്ത് അങ്ങനെയാണ്, ബാക്കി ഓരോ സ്ഥലത്ത് എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ കല്യാണച്ചക്കനും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കാലിൽ വെള്ളം ഒഴിച്ച് വിളക്ക് കൊടുത്ത് അകത്ത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ അരിനൊരിച്ച് അനുഗ്രഹിക്കുകയാണ്. ആ വീട്ടിൽ കയറി കഴിഞ്ഞിട്ട് അരിനൊരിച്ച് അനുഗ്രഹിക്കും. അതിനുശേഷം മധുരം കൊടുക്കും. മധുരമായിട്ട് പാലും പഴവും തന്നെയാണ് കൊടുക്കാറുള്ളത്. പക്ഷെ നമ്മളിവിടെ ഒരു ചേഞ്ച് പേടയാണ് കേട്ടോ കൊടുത്തത്. ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അവർ ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ മക്കളെ ഷോ ഓഫ്. രശ്മിയേച്ചിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാണാൻ രശ്മിയേച്ചി ഉള്ളതുകൊണ്ട് അവർക്ക് കുറച്ച് ഷോ ഓഫ് കുറച്ച് കൂടുതലാണ് കാണാൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.